ധൂർത്തപുത്രനെപ്പോൾ ഞാൻ നടന്നപ്പോൾ കൂട്ടുകാരും എന്നെ വിട്ടുപോയപ്പോൾ, ധൂർത്തപുത്രനെപ്പോൾ ഞാൻ നടന്നപ്പോൾ കൂട്ടുകാരും എന്നെ വിട്ടുപോയപ്പോൾ, ചേർത്തണച്ചു പൊന്നുമാറിൽ എന്നെ നിത്യസ്നേഹത്താൽ ക്രൂശിലോളം യേശു എന്നെ സ്നേഹിച്ചു. ചേർത്തണച്ചു പൊന്നുമാറിൽ എന്നെ നിത്യസ്നേഹത്താൽ ക്രൂശിലോളം യേശു എന്നെ സ്നേഹിച്ചു. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ ഷനു സാമുവേൽ അടൂർ ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. മോർണിംഗ് വോയിസിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 36-ാമത്തെ വാക്യം, ആ വാക്യത്തിൻ്റെ അവസാന ഭാഗം നാം അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ. ഈ വാക്യം ഒരു നിർദ്ദേശമാണ്, ഒരു മുന്നറിയിപ്പാണ്. കാരണം ഞാനും നിങ്ങളും ജീവിക്കുന്ന കാലഘട്ടത്തെ മനസ്സിലാക്കിയേ മതിയാകുള്ളൂ. വളരെ ഭയാനകമായ, അതോടൊപ്പം വേദന ഉളവാക്കുന്ന നിരവധി വാർത്തകളാണ് ഓരോ നിമിഷവും നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ എന്നെങ്കിലും കേൾക്കുന്ന ചില വാർത്തകൾ, എന്നാൽ ഇന്ന് രാവിലെ കേൾക്കുന്നതിനേക്കാൾ ഭയാനകമായ വാർത്തയാണ് വൈകിട്ട് കേൾക്കുന്നത്. ആളുകളെ വെട്ടിക്കൊല്ലുകയാണ്. കൊച്ചു കുഞ്ഞുങ്ങൾ പോലും ലഹരിക്കടിമപ്പെട്ട് ക്രൂരകൃത്യങ്ങൾ ചെയ്തു കൂട്ടുകയാണ്. വാർത്തകൾ പോലും കേൾക്കാൻ ഭയക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നാം ആയിരിക്കുകയാണ്. ഞാൻ ഉദ്ധരിച്ച വേദഭാഗം സദാ ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുക. നാം വളരെ കരുതലോടുകൂടെ ഈ നാളുകളിൽ ദൈവം മുൻപാകെ ആയിരിക്കേണ്ടതിൻ്റെ ആവശ്യമാണ് ഈ വാക്യം നമ്മളെ ഓർപ്പിക്കുന്നത്. ഓരോ ചുവടും മുമ്പോട്ട് വെച്ച് നീങ്ങുവാൻ നമുക്ക് ബലം ലഭിക്കണമെങ്കിൽ, ഈ വല്ലാത്ത കാലഘട്ടത്തിൽ നിലനിൽക്കണമെങ്കിൽ, നാം ദൈവം മുൻപാകെ കരഞ്ഞേ മതിയാകൂ, പ്രാർത്ഥിച്ചേ മതിയാകൂ. നാം വളരെ ശ്രദ്ധയോടുകൂടെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കി ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ, ദൈവഭയമുള്ളവരായി തീരുവാൻ വളരെ ആവശ്യമുണ്ട്. എന്തും പറയുന്ന, എന്തും പ്രവർത്തിക്കുന്ന, എങ്ങനെയും ജീവിക്കുന്ന ഒരു വല്ലാത്ത കാലഘട്ടം. അതിൻ്റെ നടുവിൽ നാം വളരെ ദൈവഭയത്തോടുകൂടെ, പ്രാർത്ഥനയോടുകൂടെ ദൈവ മുൻപാകെ ആയിരിക്കണം. മറ്റൊരു മാർഗം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ല. ദൈവത്തിൽ നിന്ന് അകന്നു എന്നുള്ളതാണ് മനുഷ്യൻ്റെ സകല പ്രശ്നത്തിനും കാരണം. നമ്മെ സ്നേഹിച്ച, നമുക്ക് വേണ്ടി ജീവൻ നൽകി, നമ്മെ അനുദിനം കരുതുന്ന, നമ്മുടെ പാപത്തിന് പരിഹാരം തരുന്ന പാപപരിഹാരകനായ ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം മറ്റു പലതിലും ആശ്രയിച്ച് ദൈവഭയമില്ലാതെ ദൈവത്തെ വിട്ട് മനുഷ്യൻ അകന്നതുകൊണ്ട് മനുഷ്യൻ അനുദിനം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരു തലമുറയാണ് നമ്മുടെ മുൻപിലുള്ളത്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഈ നാളുകളിൽ വളരെ പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ ദൈവം മുൻപാകെ നമുക്ക് വിനയപ്പെടുത്താം. ഓരോ ദിവസങ്ങളിലും ഞാനും നിങ്ങളും ജീവിക്കുന്ന കാലഘട്ടത്തെ മനസ്സിലാക്കി നാം ആയിരിക്കുന്ന അവസ്ഥകളെ തിരിച്ചറിഞ്ഞ് ഉണരുവാൻ, പ്രാർത്ഥിപ്പാൻ നമുക്കിടയാകണം. ദൈവം മുൻപാകെ വീഴുകയല്ലാതെ മറ്റൊരു മാർഗമില്ല. നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞാനും നിങ്ങളും ജീവിക്കുന്നത്, നമ്മുടെ തലമുറകളായിരിക്കുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങളായിരിക്കുന്നത് ഈ വല്ലാത്ത ലോകത്താണ്.
ദൈവകരുതൽ നമുക്ക് ആവശ്യമാണ്. നമ്മുടെ കുറവുകളെ കണ്ടുകൊണ്ട് ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരാം. ദൈവം മുൻപാകെ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. വിനയപ്പെടാം, താഴാം. നമുക്ക് നമ്മുടെ നിഗളവും അഹങ്കാരവും ഒക്കെ നമുക്ക് മാറ്റിവെക്കാം. നാം ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കാം. ഈ ദിവസങ്ങളിൽ കൂടുതൽ ദൈവത്തോടടുക്കുവാൻ, പ്രാർത്ഥിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. സകലത്തിനും പരിഹാരം തരുന്ന ഒരു ദൈവം നമുക്കുണ്ട്. വിടുവിക്കുന്ന, രക്ഷിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. നമ്മെ കരുതുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ആ ദൈവത്തോട് നമുക്ക് അടുക്കാം. ഓരോ ദിവസത്തെയും നമ്മുടെ ജീവിതം നാം വളരെ ശ്രദ്ധയോടെ ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ട് മുമ്പോട്ട് തുടരുവാൻ ദൈവം സഹായിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ വൻകൃപകൾക്കായി സ്തോത്രം. കർത്താവെ, ഞങ്ങൾ ജീവിക്കുന്നത് വല്ലാത്തൊരു ലോകത്താണ്. എത്ര സംഭവങ്ങളാണ് ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ നടുവിൽ അവിടെ നേറിയ ദൈവകൃപ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ വളരെ കരുതലോടെ ജീവിപ്പാൻ, ശ്രദ്ധയോടെ ജീവിപ്പാൻ, കർത്താവെ, അങ്ങയുടെ മുൻപാകെ ഞങ്ങളെ തന്നെ വിനയപ്പെടുത്തുവാൻ ഓരോ കേൾവിക്കാർക്കും അവിടുന്ന് കൃപ നൽകണമേ. ഞങ്ങൾക്ക് ആവശ്യം ദൈവാശ്രയമാണല്ലോ. കൂടുതൽ ദൈവത്തിൽ ആശ്രയിപ്പാൻ അവിടുന്ന് കൃപ നൽകണമേ. ഞങ്ങളുടെ തലമുറയെ അവിടുന്ന് സഹായിക്കണമേ. കർത്താവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി ജീവിപ്പാൻ അവിടുന്ന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകണം. കർത്താവെ, വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരായി ഞങ്ങൾ വളരെ കരുതലോടെ ജീവിപ്പാൻ കൃപ നൽകണമേ. ഇത്രത്തോളം ഞങ്ങളെ കരുതിയതിനായി സ്തോത്രം. മഹത്വം അങ്ങേക്ക് തരുന്നു, യേശു കർത്താവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.